എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഓണാശംസകൾ ആദ്യം തന്നെ പറയുകയാണ്. CC ഓണം, നല്ലോണം പഠിച്ചോണം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മുടെ CCയിലെ എല്ലാ കോഴ്സുകൾക്കും ആകർഷകമായ ഓഫറുകൾ ഉണ്ട്. അപ്പൊ നമ്മുടെ തീം തന്നെ ഇതാണ്, നല്ലോണം പഠിച്ചോണം. ഓക്കെ, നല്ലോണമാണ്, ഓണം എല്ലാ വർഷവും വരുന്നതാണ്. പക്ഷെ ഇത്തവണ എസ്പെഷ്യലി ഞാൻ സെറ്റുകാരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാം മാറ്റി വെച്ചു. പക്ഷെ ആ മാറ്റി വെച്ചാൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ഇപ്പൊ എന്തായാലും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഒരു ടൈമാണ്. അപ്പൊ ഓണമൊക്കെ വന്നു പോവും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലോണം ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇത്തവണത്തെ സെറ്റ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. കാരണം നേരത്തെ പഠിച്ചു വെച്ചവർക്ക് പോലും ഇനി ഈ ഇത്രയും ദിവസങ്ങൾ ഗ്യാപ്പ് വരുന്ന സമയത്ത് നമുക്കത് ഒന്ന് റെഫർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്ന് റിവിഷൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മാർക്ക് കുറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് റിവിഷൻ ചെയ്യുക, പ്രോപ്പർ ആയിട്ട് പഠിക്കുക. ഇനിയിപ്പോ അടുത്ത ജനുവരിയിൽ നടക്കാൻ പോകുന്ന 2027 ജനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാം, ആ ഒരു എക്സാമിന് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണം. കാരണം ഈ ഒരു എക്സാമിന്റെ റിസൾട്ട് വരട്ടെ. അതേ ഞാൻ പറഞ്ഞത്, പുതിയതായിട്ട് എഴുതുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇത്തവണ നേരെ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവരൊക്കെ അടുത്ത എക്സാമിന് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയമാണ്. ഇതിപ്പോ എക്സാം മാറ്റി വെച്ചത് കൊണ്ടാണ് ഈ ഒരു ടൈമിലോട്ട് ആയത്. അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ എക്സാം നടക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത എക്സാം മാറ്റി വെക്കുന്നത് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് തന്നെ നടക്കും. അപ്പൊ അതിനായിട്ട് പഠിക്കുന്നവർ നന്നായിട്ട് പഠിക്കുക. അപ്പൊ അതിന്റെ ഓഫർ, അതായത് നമ്മുടെ അടുത്ത അഡ്മിഷൻ എടുക്കുന്നവർക്ക്, മീൻസ് ജനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിനായിട്ട് നമ്മുടെ ആ ഒരു ലോങ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു ഗംഭീര ഓഫറും കൂടെ നമ്മുടെ CC ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്നത്തെ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ടുപേർക്കും, നമ്മുടെ ഇത്തവണ സെറ്റ് എക്സാം എഴുതുന്നവരും അതുപോലെ തന്നെ അടുത്ത എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും നമ്മുടെ റിസർച്ച് ആപ്റ്റ്യൂഡ്, നമ്മുടെ സെറ്റ് ജനറൽ പേപ്പറിലെ റിസർച്ച് ആപ്റ്റ്യൂഡ് ഉണ്ട് അല്ലെ. അതായത് ഏതാണ്, നമ്മുടെ ജനറൽ പേപ്പറിൽ തന്നെ 6ാമത്തെ യൂണിറ്റിൽ വരുന്ന 3ാമത്തെ മൊഡ്യൂൾ അല്ലെ. 6ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ മൊഡ്യൂളാണ് റിസർച്ച് ആപ്റ്റ്യൂഡ് എന്നുള്ളൊരു മൊഡ്യൂള്. അപ്പൊ ആ ഒരു മൊഡ്യൂളിലെ ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇപ്പോഴും പറയുകയാണ്, രണ്ടുപേർക്കും രണ്ട് കൂട്ടർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഒരു റിവിഷൻ പോലെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇത്തവണ ഉള്ള നമ്മൾ ഈ എക്സാം എഴുതുന്നവരെയും കൂടെ പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊന്ന് ഫാസ്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പറഞ്ഞു പോവാം. അപ്പോൾ അടുത്ത പഠിക്കുന്നവർക്ക്, അതായത് ജനുവരിയിൽ പഠിക്കുന്നവർക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്, എങ്ങനത്തെ ടൈപ്പ് ആണെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന്റെ സിലബസും കൂടെ ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇപ്പോഴും പറയുവാണ്, ഇപ്പൊ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നോക്കേണ്ട ഒരു സമയമാണ്, നന്നായിട്ട് നോക്കേണ്ട സമയമാണ്. മൊത്തം നമ്മൾ PYQs ആണ് എടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഒരു പഠിക്കാനുള്ള ഒരു ടൈം നമുക്കുണ്ട്, അത് വേസ്റ്റ് ആക്കരുത്. ഓക്കെ ആണല്ലോ. സോ ആദ്യം തന്നെ നമ്മുടെ റിസർച്ച് ആപ്റ്റ്യൂഡിന്റെ സിലബസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. നോക്കിക്കേ, ബേസിക് ആസ്പെക്ട്സ് ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച്, അതിന്റെ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ. ആദ്യം തന്നെ എഡ്യൂക്കേഷൻ റിസർച്ച് എന്താണെന്ന് അറിയണം, മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് റിസർച്ച് ഇൻ എഡ്യൂക്കേഷൻ അറിയണം, സ്റ്റെപ്സ് ഇൻ എഡ്യൂക്കേഷൻ റിസർച്ച്, ഇത് നന്നായിട്ട് പഠിക്കേണ്ടതാണ്. ഇത് നന്നായിട്ട് തന്നെ പഠിക്കേണ്ടതാണ്, സ്റ്റെപ്സ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച് എന്ന് പറയുന്നത്. കാരണം അതിൽ കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ. ആ സ്റ്റെപ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും, അതായത് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അത് കുറച്ച് സർട്ടൈൻ സ്റ്റെപ്സ് നമ്മൾ പഠിച്ചു വെക്കുക. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാനും, അത് ഏത് രീതിയിൽ തന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എഡ്യൂക്കേഷൻ റിസർച്ച് അല്ലെ, യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എഡ്യൂക്കേഷൻ റിസർച്ച്, അതിലെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ മീൻ ആയിക്കോട്ടെ, മീഡിയൻ ആയിക്കോട്ടെ, മോഡ് ആയിക്കോട്ടെ, പിന്നെ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും അറിഞ്ഞു വെക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ടൈപ്സ് ഓഫ് റിസർച്ച്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ടൈപ്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്, അതിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട് അല്ലെ, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് ഉണ്ട്. അപ്പോ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കുറച്ച് ടൂൾസും ടെക്നിക്സും മെത്തേഡ്സ് ഒക്കെ നമുക്ക് അറിഞ്ഞു വെക്കണം. എസ്പെഷ്യലി ഞാൻ അറിഞ്ഞു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ചെക്ക് ലിസ്റ്റും റേറ്റിംഗ് സ്കെയിലും ടൂളാണ്, നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കണം. നമ്മൾ സാധാരണയായിട്ടും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് ടൂൾസ് യൂസ് ചെയ്യുന്നത്, ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണം. അത് ഏതൊക്കെയാണ്, ചെക്ക് ലിസ്റ്റ് ഒരു ടൂളാണ് അല്ലെ, ചെക്ക് ലിസ്റ്റ് ഒരു ടൂളാണ്, റേറ്റിംഗ് സ്കെയിൽ ഒരു ടൂളാണ്. ഓക്കെ, റേറ്റിംഗ് സ്കെയിൽ ഒരു ടൂളാണ്. ഇത് രണ്ടെണ്ണം ടൂളാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ ടെക്നിക്കിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ ഒരു ടെക്നിക്കാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ചിലാണ് നമ്മൾ ഈ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ്, ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട്. സോ ഇന്റർവ്യൂ ഒരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ ഒബ്സർവേഷൻ ഒരു ടെക്നിക്കാണ് അല്ലെ, ഒബ്സർവേഷൻ ഒരു ടെക്നിക്കാണ്.
മെത്തേഡ്സ് ആണ് ഈ പറയുന്ന പോലെ സർവേ മെത്തേഡ്, കേസ് സ്റ്റഡി മെത്തേഡ്, എക്സ്പെരിമെന്റൽ മെത്തേഡ്, ഡോക്യുമെന്റൽ അനാലിസിസ്, അതൊക്കെ എന്താണ്? അതൊക്കെ മെത്തേഡ്സ് ആണ്. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് സ്കെയിൽസ് പഠിക്കണം, സ്കെയിൽസ്, മെഷർമെന്റ് സ്കെയിൽസ് അല്ലെ, സ്കെയിൽസ് ഓഫ് മെഷർമെന്റ്സ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോമിനൽ സ്കെയിൽ, ഓർഡിനൽ സ്കെയിൽ, ഇന്റർവൽ സ്കെയിൽ, റേഷ്യോ സ്കെയിൽ, അത്തരത്തിലുള്ള സ്കെയിൽസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആക്ഷൻ റിസർച്ച്, അതിലെ സ്റ്റെപ്സ് ഇൻ ആക്ഷൻ റിസർച്ച്, സിഗ്നിഫിക്കൻസ് ഓഫ് ആക്ഷൻ റിസർച്ച് അറ്റ് സ്കൂൾ ലെവൽ, റിപ്പോർട്ടിംഗ് ഓഫ് റിസർച്ച്. അതിൽ നോക്കിക്കേ, സ്റ്റെപ്സ് ഇൻ റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട്, APA സ്റ്റൈൽ, പ്ലേജറിസം, എത്തിക്സ് ഇൻ എഡ്യൂക്കേഷണൽ റിസർച്ച്. അപ്പൊ ഈ റിസർച്ചിന്റെ എത്തിക്സ് അല്ലെ, എത്തിക്സ് നമ്മൾ ഈ സിലബസിന് ഏറ്റവും അവസാനം വരുമ്പോൾ അധികം ശ്രദ്ധിക്കാത്ത കാര്യമാണ്. പക്ഷെ എത്തിക്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. റിസർച്ച് എത്തിക്സ് എന്തായാലും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അതിൽ എസ്പെഷ്യലി നമ്മുടെ പ്ലേജറിസം എന്താണ്, APA സ്റ്റൈലിലാണ് നമ്മുടെ തീസിസ് ഒക്കെ എഴുതുന്നത്. APA സ്റ്റൈലിലാണ്, 7th എഡിഷൻ ആണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതാണ് പൊതുവേ നമ്മുടെ സിലബസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ നിങ്ങൾ സ്വന്തമായിട്ട് ഇത്തവണ എക്സാം എഴുതാൻ പോകുന്നവര്, സെപ്റ്റംബർ 20-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നവര് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോന് താഴെ കമന്റും കൂടെ ചെയ്യണം. ഓക്കെ, വീഡിയോന് താഴെ കമന്റ് കൂടെ ചെയ്യണം. അല്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഒറ്റയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ പഠിക്കണം എന്നുള്ളൊരു കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റിലോട്ട് പോവാം. വാട്ട് ഈസ് പ്ലേജറിസം ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് റിസർച്ച് എത്തിക്സ്? വി ഹാവ് 4 ഓപ്ഷൻ: proper citation of sources, independent research contributions, unauthorized use of others' work without proper attribution, collaborative research. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഇതിലുണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ അല്ലെ, കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. അൺഓതറൈസ്ഡ് യൂസ് ഓഫ് അതേഴ്സ് വർക്ക് വിത്തൗട്ട് പ്രോപ്പർ ആട്രിബ്യൂഷൻ. മറ്റുള്ളവരെ അറിയാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരുടെ ഇത് കൊടുക്കാതെ, പ്രോപ്പർ സൈറ്റേഷൻ കൊടുക്കാതെ നമ്മളുടെ വർക്കാണെന്ന് പറഞ്ഞ് എഴുതുന്ന എല്ലാം എന്താണ്? പ്ലേജറിസം ആണെന്ന് മനസ്സിലാക്കുക. So moving to the next question, what is the primary purpose of obtaining informed consent in research? എന്താണ് informed consent എന്ന് പറയുന്നത്? Informed consent. What is the primary purpose of obtaining informed consent in research? ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ആൻസർ പറഞ്ഞിട്ട് പറയാം അല്ലെ. To manipulate participants, to ensure confidentiality, to respect participants' autonomy and rights, to control the external variable. അപ്പൊ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ് ആൻസർ. ടു റെസ്പെക്ട് ദ പാർട്ടിസിപ്പൻസ് ഓട്ടോണമി ആൻഡ് റൈറ്റ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. കാരണം ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പേരോട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അവരെ യൂസ് ചെയ്യുന്നത്. അത് അവരുടെ അവകാശമാണ് അല്ലെ. അവർക്ക് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. എന്തിനാണ് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എന്തിനാണ് എന്നെ ഒബ്സർവ് ചെയ്യുന്നത്, എന്തിനാണ് എന്നോട് ഇതൊക്കെ ടിക്ക് ചെയ്യാൻ പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് അറിയാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്. അപ്പൊ നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. സോ അതിന്റെ പ്രൈമറി പർപ്പസ് ഇതാണ്, ടു റെസ്പെക്ട് ദ പാർട്ടിസിപ്പൻസ് ഓട്ടോണമി ആൻഡ് റൈറ്റ്സ്. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ക്യാരക്ടറൈസസ് എ ലോഞ്ചിറ്റ്യൂഡൽ റിസർച്ച് ഡിസൈൻ? കാരണം ഞാൻ പല രീതിയിൽ നിന്നാണ് അല്ലെങ്കിൽ പല ഭാഗത്ത് നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. സോ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം എന്ന് മനസ്സിലാക്കണം. വാട്ട് ക്യാരക്ടറൈസസ് എ ലോഞ്ചിറ്റ്യൂഡൽ റിസർച്ച് ഡിസൈൻ? ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഉദ്ദേശിച്ചത് വീഡിയോ പോസ് ചെയ്യുക, സ്വന്തമായിട്ടൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ. സോ വാട്ട് ക്യാരക്ടറൈസസ് എ ലോഞ്ചിറ്റ്യൂഡൽ റിസർച്ച് ഡിസൈൻ? അപ്പൊ ലോഞ്ചിറ്റ്യൂഡൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ജീൻ പിയാഷന്റെ ആ ഒരു തിയറി ഓർക്കാനായിട്ട്. 4 സ്റ്റേജസ് അദ്ദേഹം കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന്റെ സ്വന്തം മോനിലാണ്. അപ്പൊ അത്രയും വർഷത്തെ ഇതിനാണ്, കാത്തിരിപ്പിന് ശേഷമാണ് അതുണ്ടായെന്ന് പറയില്ലേ. സോ സെയിം സാമ്പിൾ വെച്ച് തന്നെ നമ്മൾ അത്രയും ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് അതിന്റെ റിസൾട്ട് കണ്ടെത്താനായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. സോ ഡാറ്റ കളക്ടഡ് ഫ്രം ഡൈവേഴ്സ് ജോഗ്രഫിക് ലൊക്കേഷൻ, തെറ്റാണ്. ഡാറ്റ കളക്ടഡ് ഫ്രം മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ്, തെറ്റാണ്. ഡാറ്റ കളക്ടഡ് ഓവർ ആൻ എക്സ്റ്റെൻഡഡ് പീരീഡ് ഫ്രം ദ സെയിം സബ്ജക്ട്സ്, അതാണ് ശരിയെന്ന് നമുക്കറിയാം. എന്നാലും ബാക്കി കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഡാറ്റ കളക്ടഡ് ബേസ്ഡ് ഓൺ പാർട്ടിസിപ്പൻസ് ആസ്ട്രോളജിക്കൽ സയൻസ്, അതും അവിടെ തെറ്റാണ്. സോ ഏതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്. മാർക്ക് കിട്ടിയോ? ലാസ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ട് മാർക്ക് ഇവിടെ കമന്റ് ചെയ്യണം കേട്ടോ. ഫുൾ മാർക്ക് കിട്ടിയവരൊക്കെ എസ്പെഷ്യലി നിങ്ങൾ മിണ്ടാതെ പോയത് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രൈമറി ഗോൾ ഓഫ് എത്നോഗ്രഫിക് റിസർച്ച്? ആദ്യം മനസ്സിലാക്കുക, എത്നോഗ്രഫിക് റിസർച്ച് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. അപ്പൊ ഇതിൽ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നോക്കിക്കേ, ടു ജനറലൈസ് ഫൈൻഡിങ്സ് ടു എ വൈഡർ പോപ്പുലേഷൻ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് എത്നോഗ്രഫിക് റിസർച്ച് എന്ന് പറയുന്നത്. സോ അതൊരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല അല്ലെ, ജനറലൈസ് ചെയ്യാൻ പറ്റില്ല.
എത്നോഗ്രാഫിക് റിസർച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണെന്നുള്ളൊരു കാര്യം ഓർമ്മ വരണം. അതുപോലെ തന്നെ നമ്മുടെ ട്രൈബൽസ് എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മ വരണം. ഞാൻ പറഞ്ഞു തന്നത് അതാണ് കൂടുതലും എക്സാംസിന് ചോദിക്കുന്നത്. അതായത് അവര് ഒരു പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അവരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അവരിൽ ഒരാളായിട്ട് പോയി ഒബ്സർവ് ചെയ്യുന്നു അല്ലെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഒരു സ്പെസിഫിക് ഗ്രൂപ്പ്, അതായത് അവരുടെ കൾച്ചറും അവരുടെ വ്യൂ പോയിന്റ്സും അവരുടെ ബിലീഫ് ഒക്കെ അവിടെ സെയിം ആയിരിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിന്നും നമ്മൾ റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എത്നോഗ്രാഫിക് റിസർച്ച് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ് റിസർച്ച്. സോ ഫസ്റ്റ് ഓപ്ഷൻ അവിടെ തെറ്റാണ്. ടു ഡിസ്ക്രൈബ് ഇവന്റ്സ് വിത്തിൻ എ സ്പെസിഫിക് ഗ്രൂപ്പ്, അതുകൊണ്ട് ടു ടെസ്റ്റ് എ ഹൈപ്പോത്തിസിസ് അല്ല, ടു കളക്ട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയും അല്ല അല്ലെ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ആർക്ക് കിട്ടിയോ? ഓപ്ഷൻ ബി ആണ് ടു ഡിസ്ക്രൈബ് ഇവന്റ്സ് വിത്തിൻ എ സ്പെസിഫിക് ഗ്രൂപ്പ്. ഓക്കെ, സ്പെസിഫിക് ഗ്രൂപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്. ആക്ച്വലി നമ്മുടെ സാമ്പിളിംഗ് എന്നുള്ളൊരു കാര്യം നമ്മുടെ സിലബസിൽ ഇല്ല. ഞാൻ അപ്പോഴേ നമുക്ക് കാണിച്ചു തന്നല്ലേ, സാമ്പിളിംഗ് എന്നുള്ളത് ഇല്ല. പക്ഷെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു കാര്യമാണ് സാമ്പിളിംഗ് എന്നുള്ളത്. അപ്പോ സെലക്ട് ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. സോ ഇറ്റ് മേക്സ് ദ സാമ്പിൾ മോർ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പോപ്പുലേഷൻ, ഇറ്റ് റെഡ്യൂസസ് ദ സാമ്പിൾ സൈസ്, ഇറ്റ് എലിമിനേറ്റ്സ് ദ സാമ്പിളിംഗ് എറർ കംപ്ലീറ്റ്ലി, ഇറ്റ് സിംപ്ലിഫൈസ് ഡാറ്റ അനാലിസിസ്. ആൻസർ ചെയ്തല്ലോ അല്ലെ. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്കറിയണം. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നതാണ് അല്ലെ. പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ അണ്ടറിൽ വരുന്നതാണ് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് മേക്സ് ദ സാമ്പിൾ മോർ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി പോപ്പുലേഷൻ. കാരണം നമ്മൾ എടുക്കുന്നത് കറക്റ്റ് നമ്മുടെ പോപ്പുലേഷൻ ഹെട്രോജീനിയസ് ആണെങ്കിൽ അതിന് നമ്മൾ ആദ്യം കുറച്ച് ഹോമോജീനിയസ് ഗ്രൂപ്പ് ആക്കി എടുത്തിട്ട് ഓരോ ഗ്രൂപ്പിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, റാൻഡംലി നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടെ വെക്കുന്ന സമയത്ത് ലാസ്റ്റ് അത് എന്താവും, പോപ്പുലേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണോ അതേപോലത്തെ ഒരു സാമ്പിൾ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് മേക്സ് എ സാമ്പിൾ മോർ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി പോപ്പുലേഷൻ എന്നുള്ളത്. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് വീഡിയോന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സോഴ്സസ് ഓഫ് വേരിയബിൾ ടു എ റിസർച്ച് പ്രോബ്ലം. എന്താണ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സോഴ്സ് ഓഫ് വേരിയബിൾസ് ടു എ റിസർച്ച് പ്രോബ്ലം? ഫോർമൽ റിസർച്ച് സ്റ്റഡീസ്, അബ്സ്ട്രാക്ട് നോളജ് സോഴ്സസ്, പേഴ്സണൽ എക്സ്പീരിയൻസ്, ത്രൂ സെമിനാർ, കോമന്റ് അല്ലെ. ഓൺലി 1 and 2 അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സോഴ്സസ് ഓഫ് വേരിയബിൾ ടു എ റിസർച്ച് പ്രോബ്ലം. നമുക്ക് എങ്ങനെ ആ വേരിയബിൾസ് കിട്ടും, വേരിയബിൾസിന്റെ സോഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫോർമൽ റിസർച്ച് സ്റ്റഡീസ് ഉണ്ട്, അബ്സ്ട്രാക്ട് നോളജ് സോഴ്സസ് ഉണ്ട്, പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്, ത്രൂ സെമിനാർ, കോമ്പൻഡം അതുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാ? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 3 and 4 ആണ്. ദാറ്റ് ഈസ് ഫോർമൽ റിസർച്ച് സ്റ്റഡീസ്. നമുക്ക് വേരിയബിൾസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും, അതിന്റെ ഒരു സോഴ്സ് ആണ്. അതുപോലെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെ, നമ്മൾ മുൻപ് ചിലപ്പോൾ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഈ ഒരു വേരിയബിൾസിനെ കുറിച്ച് കിട്ടും. ആൻഡ് ത്രൂ സെമിനാർ കോമന്റ് എന്നുള്ളതും അവിടെ ശരിയാണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, find out the nature of research methodology from the topic given, contribution of Rabindranath Tagore in the field of rural education. സോ ഇത് നമ്മുടെ എക്സെസ്റ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ആട്ടോ. നമുക്ക് എക്സെസ്റ്റിയും കൂടെ റെഫർ ചെയ്യാം ആക്ച്വലി സെറ്റിന് പഠിക്കുന്ന സമയത്ത്. കാരണം നമുക്ക് ഇപ്പൊ എക്സ്ട്രാ ടൈമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റൻസ് എവിടെ നിന്നാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അത് മാക്സിമം എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. ഇതിപ്പോ ഇത്തവണ എക്സെസ്റ്റിക്ക് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണിത്. Find out the nature of research methodology from the topic given, contribution of Rabindranath Tagore in the field of rural education. ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവണം ഈ ഒരു കോൺട്രിബ്യൂഷൻ ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുമ്പോൾ അതൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് അല്ലെ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കോറിലേഷണൽ റിസർച്ച് അല്ല, കാരണം അവിടെ 2 വേരിയബിൾസ് ഒന്നും ഇല്ല. അപ്പൊ അതല്ല, എക്സ്പെരിമെന്റൽ റിസർച്ചും അല്ല എന്ന് മനസ്സിലായല്ലോ. ബാക്കി 2 ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ് നമുക്കുള്ളത്, ഹിസ്റ്റോറിക്കൽ റിസർച്ചും എത്നോഗ്രാഫിക് റിസർച്ചും. ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്നോഗ്രാഫിക് റിസർച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇപ്പൊ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിന് വെച്ച് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതും ആൻസർ ആയിട്ട് വരില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. കാരണം ഇതൊരു പാസ്റ്റ് ഇവന്റ്സിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സോ ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ക്ലിയർ ആയല്ലോ? സോ കറക്റ്റ് ആക്കി എന്ന് വിശ്വസിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു ഹൈപ്പോത്തിസിസ്, ഫൈൻഡ് ഔട്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ. അല്ലെ, താഴെ ഹൈപ്പോത്തിസിസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഹൈപ്പോത്തിസിസ് ഒക്കെ നിങ്ങൾ പഠിക്കണം. അപ്പൊ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് എടുത്തത് പല ഭാഗത്തു നിന്നാണ്. ഹൈപ്പോത്തിസിസ് എന്നൊരു ക്വസ്റ്റൻ എടുത്തു. സോ ഹൈപ്പോത്തിസിസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം, ഉറപ്പായിട്ട് പഠിക്കണം, എക്സാമിന് വരുന്നതാണ്. സോ നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കിക്കേ, എ ഹൈപ്പോത്തിസിസ് ഈസ് ആൻ ഒബ്ജക്റ്റീവ്. അത് തെറ്റല്ലേ?
നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓരോന്നായിട്ട് എലിമിനേറ്റ് ചെയ്യാം കേട്ടോ. ഓരോന്നും നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എലിമിനേഷൻ മെത്തേഡ് ഇവിടെ മാക്സിമം നമുക്ക് ഉപയോഗിക്കാം. സോ ഫസ്റ്റ് വൺ, എ ഹൈപ്പോത്തീസിസ് ഇസ് ആൻ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് ഹൈപ്പോത്തീസിസ് വെവ്വേറെയാണ്. ഒബ്ജക്റ്റീവ്സിന്റെ ഒരു എന്താണ്, ഇങ്ങനെ ആവാം എന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് ആണല്ലോ. ഒരു ടെന്റേറ്റീവ് എന്താണ് അതിനെ പറയുന്നത്, ഹൈപ്പോത്തീസിസ് പറയുമ്പോൾ ഇങ്ങനെ ആവാം എന്നുള്ളൊരു സംഭവമാണ്. സോ ഫസ്റ്റ് വൺ അവിടെ തെറ്റാണ് എന്ന് മനസ്സിലായി. എ ഹൈപ്പോത്തീസിസ് ഈസ് ആൻ ഒബ്ജക്റ്റീവ്, അത് തെറ്റാണ്. സോ ഓൺലി വൺ ഈസ് കറക്റ്റ് എന്നുള്ളത് നമുക്ക് തെറ്റിടാം. അത് മാത്രമേ നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അടുത്തത്, എ ഹൈപ്പോത്തീസിസ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ഇൻ ടു എ ടെസ്റ്റബിൾ ഫാഷൻ, അല്ലെ? അത് അവിടെ ശരിയാണ് അല്ലെ? കാരണം എന്താ, ഒബ്ജക്റ്റീവിന്റെ ഒരു ടെസ്റ്റബിൾ ഫാഷൻ, ഇങ്ങനെ ആവാം എന്ന് പറയുന്ന ഒരു സാധനമാണ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്. സോ രണ്ടവിടെ ശരിയാണെന്ന് മനസ്സിലായി അല്ലെ? രണ്ടവിടെ ശരിയാണ്. ഇനി എ ഹൈപ്പോത്തീസിസ് ഈസ് എ കൺക്ലൂഷൻ ഓഫ് റിസർച്ച് പ്രോഗ്രാം. അതവിടെ കൺക്ലൂഷൻ അല്ല. കാരണം എന്താ, ഹൈപ്പോത്തീസിസ് അല്ല കൺക്ലൂഷൻ. ഹൈപ്പോത്തീസിസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ അവിടെ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. അപ്പൊ ഹൈപ്പോത്തീസിസ് ആണ് കൺക്ലൂഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അടുത്തത്, എ ഹൈപ്പോത്തീസിസ് ഈസ് എ ഡയറക്ഷൻ ടു ഡു ദ റിസർച്ച് പ്രോഗ്രാം. അത് ശരിയാണ് അല്ലെ? കാരണം ഹൈപ്പോത്തീസിസിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. സോ 4 അവിടെ ശരിയാണ്. എ ഹൈപ്പോത്തീസിസ് ഈസ് എ ഡയറക്ഷൻ ടു ഡു ദ റിസർച്ച് പ്രോഗ്രാം എന്ന് പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓൺലി 2 and 4 ആർ കറക്റ്റ് അല്ലെ? ഓൺലി 2 and 4 ആർ കറക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. സോ എങ്ങനെയാണ് ആൻസറിലോട്ട് എത്തുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ ഇത് അറിയില്ല എന്ന് തോന്നാം. ഹൈപ്പോത്തീസിസിനെ കുറിച്ച് അറിയാത്തവര് ചിലപ്പോൾ ഇത് വിടില്ലായിരിക്കും, പക്ഷെ കറക്കി കുത്തുമായിരിക്കും. പക്ഷെ ആ കറക്കി കുത്തുന്നത് നിങ്ങളൊന്ന് ലോജിക്കലി ഒന്ന് കറക്കി കുത്തുക. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് നമുക്ക് ഫൈനൽ ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രോപ്പർ റിസർച്ച് സൈറ്റേഷൻ ഹെൽപ്പ് എ റിസർച്ചർ ടു. പ്രോപ്പർ റിസർച്ച് സൈറ്റേഷൻ എന്തിനാണ് കൊടുക്കുന്നത്, അതെങ്ങനെയാണ് റിസർച്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നത്? ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, റൈറ്റ് എ റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ട് എഴുതാനാണോ അവർ സഹായിക്കുന്നത്? അല്ല അല്ലെ? പ്രോപ്പർ റിസർച്ച് സൈറ്റേഷൻ ഹെൽപ്പ് എ റിസർച്ചർ ടു എന്നാ പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് എ റിസർച്ച് റിപ്പോർട്ട്, അതവിടെ തെറ്റാണ്. ഇനി ടു പ്രിപ്പയർ എ റിസർച്ച് സൈറ്റേഷൻ. അടുത്തത്, to give credibility to the original author. അതവിടെ ശരിയാണ് അല്ലെ? To give the credibility to the original author. സോ 3 ശരിയാണെന്ന് മനസ്സിലായി, 1 തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ ഓൺലി 1 ഈസ് കറക്റ്റ് അവിടെ നമുക്ക് തെറ്റിടാം. ഓൺലി 2 and 4 ആർ കറക്റ്റ് എന്നുള്ളത് നമുക്ക് അവിടെ നോക്കാം അല്ലെ? അതൊന്ന് ജസ്റ്റ് ഹോൾഡ് ചെയ്യാം. ഓൺലി 3 and 4 ആർ കറക്റ്റ് എന്നുണ്ട്, ഓൺലി 2 and 4 ആർ കറക്റ്റ് എന്നുള്ളത് അവിടെ ഉണ്ട്. നമുക്ക് അടുത്ത നോക്കുമ്പോൾ ടു അവോയ്ഡ് ദ പ്ലേജറിസം ഇൻ എ റിസർച്ച് റിപ്പോർട്ട്. പ്ലേജറിസം അവിടെ അവോയ്ഡ് ചെയ്യാനാണ്, അതും അവിടെ ശരിയാണ്. സോ 3ഉം 4ഉം കറക്റ്റ് ആണ് അല്ലെ? 3ഉം 4ഉം കറക്റ്റ് ആണെന്ന് വെച്ചാൽ 3ഉം 4ഉം കറക്റ്റ് ആണെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ സി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓൺലി 3 and 4 ആർ കറക്റ്റ് എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ എന്താണ്, നമുക്ക് രണ്ടും അവിടെ തെറ്റിടാം. കാരണം ടു പ്രിപ്പയർ എ റിസർച്ച് സൈറ്റേഷൻ അതൊരു ആൻസർ ആയിട്ട് വരില്ല. അപ്പൊ ഇങ്ങനെ ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു, എന്നിട്ട് ബാക്കി നോക്കുന്നു. അത് രണ്ടും ശരിയാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റൻ ആണ്, നോക്കിക്കേ. റീഡ് കെയർഫുള്ളി ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എ റിസർച്ച് പ്രോഗ്രാം ഗിവൻ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ മെത്തേഡ് ഓഫ് റിസർച്ച്. ഇത് വായിച്ചുകൊണ്ട് നമുക്കിത് ഏത് മെത്തേഡ് ആണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആ മെത്തേഡ് ആണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നോക്കിക്കേ, മാക്സിമൈസ് ദ ട്രീറ്റ്മെന്റ് വേരിയൻസ് ആൻഡ് മിനിമൈസ് ദ എറർ വേരിയൻസ് അണ്ടർ എ കൺട്രോൾഡ് കണ്ടീഷൻ. ഇപ്പൊ തന്നെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. ആൻസർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നോമേറ്റീവ് സർവേ മെത്തേഡ് ആണോ, എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് ആണോ, എക്സ്പെരിമെന്റൽ റിസർച്ച് ആണോ, ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണോ? ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എന്തായാലും എക്സ്പെരിമെന്റൽ റിസർച്ച് വരുന്ന അറിയാം അല്ലെ? കാരണം കൺട്രോൾഡ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെ എന്താ ചെയ്യുന്നത്, മാക്സിമൈസ് ദ ട്രീറ്റ്മെന്റ് വേരിയൻസ് അല്ലെ, ആൻഡ് മിനിമൈസ് എറർ വേരിയൻസ്. നമ്മൾ അവിടുത്തെ എറർ വേരിയൻസിനെയൊക്കെ മിനിമൈസ് ചെയ്യണം. അവിടെ നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിളിന്റെയും ഡിപെൻഡന്റ് വേരിയബിളിന്റെയും കറക്റ്റ് കോറിലേഷൻ ആൻഡ് അതിന്റെ കോസ് ആൻഡ് എഫക്ട് ആണ് നമുക്ക് അറിയേണ്ടത്. സോ അവിടെ ട്രീറ്റ്മെന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ തന്നെ പറയുന്ന പേരാണ് ട്രീറ്റ്മെന്റ് വേരിയബിൾ എന്ന് പറയുന്നത് കേട്ടോ. സോ അതൊക്കെയാണ് എക്സ്പെരിമെന്റൽ റിസർച്ച് അവിടെ ശരിയാണെന്ന് നമുക്കറിയാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എനെ അവിടെ എലിമിനേറ്റ് ചെയ്യാം, ഓപ്ഷൻ ബിനെ നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാം. കാരണം 3 ഇല്ലാത്തതുകൊണ്ട്. ഇനി ഇവിടെ ആകെ നമുക്ക് കൺഫ്യൂഷൻ, ഓൺലി 3 and 4 ആർ കറക്റ്റ് എന്നുണ്ട്, ഓൺലി 3 ഈസ് കറക്റ്റ് എന്നുണ്ട്. സിമ്പിൾ അല്ലേ? കാരണം ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്തായാലും വരില്ല എന്നറിയാം അല്ലെ? ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. സോ അത് വരില്ല എന്നറിയാം. സോ സിയും അവിടെ തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓൺലി 3 ഈസ് കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ഓക്കെ ആണല്ലോ. സോ സർവേ മെത്തേഡ് വരില്ല, എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്തായാലും വരില്ല, കാരണം അത് ആഫ്റ്റർ ഫാക്ട് ആണ്, ആഫ്റ്റർ ദ ഫാക്ട് റിസർച്ച് ആണ്. സോ അവിടെ ഓൾറെഡി സംഭവം നടന്നു, എന്നിട്ട് അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കൺട്രോൾഡ് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് അവിടെ പോസിബിൾ അല്ല. ഓക്കെ ആണല്ലോ, അതുകൊണ്ടാണ് അത് വരാത്തത്. അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. അടുത്ത ക്വസ്റ്റൻ ഇതാണ്. ക്വസ്റ്റൻ എന്താണ് നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് ഈസ് കറക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ റിസർച്ച്, അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് ഈസ് കറക്റ്റ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ റിസർച്ച് എന്നുള്ളതാണ്. സോ സാമ്പിൾ സെലക്ഷൻ ഉണ്ട്, റൈറ്റിംഗ് ഓഫ് ദ ടൈറ്റിൽ ഉണ്ട്, സെലക്ഷൻ ഓഫ് ദ വേരിയബിൾ ഉണ്ട്, റൈറ്റിംഗ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സോ ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നോക്കിക്കേ, ഇവിടെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങൾ പലരും വിചാരിക്കും റൈറ്റിംഗ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ആണെന്നുള്ളത്. ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്ത് വേണം? കറക്റ്റ് ആയിട്ട് വേരിയബിൾസ് വേണം, അല്ലെ? വേരിയബിൾസ് എന്താണെന്ന് അറിയണം. സോ സെലക്ഷൻ ഓഫ് ദ വേരിയബിൾ ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. ഓക്കെ, സെലക്ഷൻ ഓഫ് ദ വേരിയബിൾ ആണ് ഒന്നാമതായിട്ടുള്ളത്. സോ ആദ്യം 3 വരാത്ത ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം, അല്ലെ? ആദ്യം ഇത് വരാത്തതിന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഇനി അടുത്തത് സാമ്പിൾ സെലക്ഷൻ ഒക്കെ അത് കഴിഞ്ഞിട്ടാണ് റൈറ്റിംഗ് ഓഫ് ദ ടൈറ്റിൽ ഉണ്ട്, റൈറ്റിംഗ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സോ വേരിയബിൾസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട റൈറ്റിംഗ് ഓഫ് ദ ടൈറ്റിൽ എഴുതണം. അതിനുശേഷമാണ് പിന്നെ സാമ്പിളിനെ സെലക്ട് ചെയ്യുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷം. സോ റൈറ്റിംഗ് ഓഫ് ദ ടൈറ്റിലാണ് രണ്ടാമതായിട്ട് വരുന്നത്. സോ ആദ്യം 3 വരുന്നു, പിന്നെ 2 വരുന്നു. അതിന്റെ അർത്ഥം എന്താ? അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സോ ആദ്യം എന്താ ചെയ്യുന്നത്? നമ്മൾ സെലക്ഷൻ ഓഫ് ദ വേരിയബിൾ ചെയ്യുന്നു. അതിനുശേഷം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് റൈറ്റിംഗ് ഓഫ് ദ ടൈറ്റിൽ ആണ്. ദെൻ അതിനുശേഷം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് റൈറ്റിംഗ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാമ്പിൾ സെലക്ഷൻ ചെയ്യുന്നത്, അല്ലെ? സാമ്പിൾ സെലക്ട് ചെയ്യുന്നതൊക്കെ അതിനുശേഷമാണ്. ഓക്കെ ആണല്ലോ, അല്ലെ? അപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്, അതും മനസ്സിലാക്കി വെക്കാം. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് among the following is the most appropriate with respect to basic research? ബേസിക് റിസർച്ച് ആണ്. ബേസിക് റിസർച്ചിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാ? ഫണ്ടമെന്റൽ റിസർച്ച് എന്ന് പറയാറുണ്ട്, പ്യുവർ റിസർച്ച് എന്ന് പറയാറുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മളിപ്പോ പഠിക്കുമ്പോൾ ഫണ്ടമെന്റൽ റിസർച്ച് ആണ് പഠിച്ചെങ്കിൽ അതിന് മറ്റൊരു പേരാണ് ഈ ബേസിക് റിസർച്ച് എന്ന് പറയുന്നത്. സൊല്യൂഷൻ ഓഫ് എ ഫെൽറ്റ് നീഡ് പ്രോബ്ലം, adding to the existing body of knowledge, solution of a practical problem, little concern about generalization. ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ്, അല്ലെ? ആഡിങ് ടു ദ എക്സിസ്റ്റിംഗ് ബോഡി ഓഫ് നോളജ്. അത് ഫൗണ്ടേഷൻ ആണ്, അല്ലെ? ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പ്യുവർ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ പുതിയൊരു കാര്യം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആ കാര്യത്തിലോട് തന്നെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക, അപ്ലൈ ചെയ്യുക, അപ്ലിക്കേഷൻ എന്നുള്ള കാര്യമൊന്നും അവിടെ വരുന്നില്ല. ഓക്കെ ആണല്ലോ. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യു ആർ പ്രിപ്പയറിംഗ് ടു പ്രസന്റ് യുവർ റിസർച്ച് ഫൈൻഡിങ്സ് അറ്റ് എ കോൺഫറൻസ്. ഓക്കെ, കമ്പയർഡ് ടു എ റിസർച്ച് പേപ്പർ എ കോൺഫറൻസ് പ്രസന്റേഷൻ ഷുഡ് ബി. അപ്പൊ നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് കോൺഫറൻസും സിംപോസിയം കോൺഫറൻസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. അപ്പൊ ഈ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വൈഡ് ആയിട്ടാണ്. അതായത് ഒരു വലിയൊരു ഹാളില് ഡിഫറെന്റ് ടോപ്പിക്സ് അവരവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. കുറെ ടൈപ്പ് റിസർച്ചേഴ്സ് ഉണ്ടാവും, എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, എക്സ്പേർട്ട് അല്ലാത്ത ഫ്രഷേഴ്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ സിംപോസിയം എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെസിഫിക് ആണ്, സ്പെസിഫിക് ഇവന്റ് ആണ്. അതിൽ ചിലപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ മാത്രം എന്ത് ചെയ്യുള്ളൂ? പ്രസന്റ് ചെയ്യുള്ളൂ. പിന്നെ ഒരു സ്പെസിഫിക് ടോപ്പിക് ആയിരിക്കും അവിടെ ഡീൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഇവിടെ പറഞ്ഞത് യു ആർ പ്രിപ്പയറിംഗ് ടു പ്രസന്റ് യുവർ റിസർച്ച് ഫൈൻഡിങ്സ് അറ്റ് എ കോൺഫറൻസ് ആണ്. സോ കമ്പയർ ടു റിസർച്ച് പേപ്പർ എ കോൺഫറൻസ് പ്രസന്റേഷൻ ഷുഡ് ബി. എങ്ങനെയാണ്? മോർ ഡീറ്റെയിൽഡ് ആൻഡ് ടെക്നിക്കൽ, ഫോക്കസ്ഡ് ഓൺ മെത്തഡോളജി റാദർ ദാൻ റിസൾട്ട്. തെറ്റാണത്. മോർ കൺസൈസ് ആൻഡ് വിഷ്വലി എൻഗേജിംഗ്, aimed at a broader non-specialist audience. അത് വരില്ല എന്ന് നമുക്ക് എന്തായാലും അറിയാം, അല്ലെ? പിന്നെ ഇവിടെ നോക്കിക്കേ, ഓപ്ഷൻ ഡിയും എന്തായാലും വരില്ല. കാരണം എന്താ? എയിംഡ് അറ്റ് എ ബ്രോഡർ നോൺ സ്പെഷ്യലിസ്റ്റ് ഓഡിയൻസ് ആണ്. അപ്പൊ നോൺ സ്പെഷ്യലിസ്റ്റ് ഓഡിയൻസിന് മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല അതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുക ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ സി ആണോ എന്നാണ്. മോർ ഡീറ്റെയിൽഡ് ആൻഡ് ടെക്നിക്കൽ എന്ന് പറയുന്നുണ്ട്, പിന്നെ മോർ കൺസൈസ് ആൻഡ് വിഷ്വലി എൻഗേജിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ കുറച്ചുകൂടെ നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. ഈ ക്വസ്റ്റൻ നോക്കിക്കേ. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വെൻ ദ റിസർച്ച് പ്രോബ്ലം റിക്വയർസ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചാണ്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഈസ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വെൻ ദ റിസർച്ച് പ്രോബ്ലം റിക്വയർസ്, അല്ലെ? Learning about individual perspectives, measuring variables, generating theories from participant views, obtaining detailed information about a few sites. അപ്പൊ ഇത് ആൻസർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ ലേണിംഗ് അബൌട്ട് ഇൻഡിവിജ്വൽ പെർസ്പെക്ടീവ്സ് ആണ്. സോ ഇൻഡിവിജ്വൽ പെർസ്പെക്ടീവ്സ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് എന്തായാലും വരില്ല. കാരണം എന്താ? അത് ക്വാളിറ്റേറ്റീവിൽ വരുന്നൊരു കാര്യമാണ്. ഇനി മെഷറിംഗ് വേരിയബിൾസ് വരുന്നുണ്ട്, അത് നമുക്ക് തൽക്കാലം ഹോൾഡ് ചെയ്യാം. ജനറേറ്റിംഗ് തിയറീസ് ഫ്രം പാർട്ടിസിപ്പന്റ് വ്യൂസ്,
ജനറേറ്റിംഗ് തിയറീസ് അവിടെ വരില്ല, കാരണം അതിനുള്ളൊരു സമയം ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന് ഇല്ല അല്ലെ. കാരണം അവിടെ വേരിയബിൾസ് മെഷർ ചെയ്യുന്നു, അതുപോലെ തന്നെ അതിന്റെ റിലേഷൻഷിപ്പ് നോക്കുന്നു, കോസ് ആൻഡ് എഫക്ട് നോക്കുന്നു, വലിയൊരു പോപ്പുലേഷനിൽ നിന്നും വലിയൊരു സാമ്പിളിന് എടുക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ ചെയ്യുന്നത്. സോ അതും വരില്ല. പിന്നെ ഒബ്റ്റെയിൻഡ് ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അതും അവിടെ വരില്ല. സോ ഏതാണ് ആൻസർ? മെഷറിംഗ് വേരിയബിൾസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലാണ് രണ്ടിൽ കൂടുതലോ അല്ലെങ്കിൽ രണ്ടോ മറ്റേ എന്തെടുക്കുന്നു, വേരിയബിൾസ് എടുക്കുന്നു, എന്നിട്ട് അതിന്റെ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയോ എന്നുള്ളതും കൂടെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യണം. ആൻഡ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന കാര്യം നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് ഭാഗമാണ് കുറച്ച് ടഫ് ആയിട്ട് തോന്നുന്നത്, അതൊന്നുകൂടെ പഠിക്കാനുള്ള ഒരു ടൈം നമുക്കുണ്ട്. അപ്പൊ അത് നന്നായിട്ട് പഠിക്കുക. ഇനി പുതിയതായിട്ട് അടുത്ത നമ്മുടെ ലോങ് ബാച്ചിനായിട്ട് പഠിക്കുന്നവര്, ലോങ് ബാച്ച് മീൻസ് അടുത്ത നമ്മുടെ ജനുവരിയിലുള്ള എക്സാമിനായിട്ട് പഠിക്കുന്നവര് ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോകാനായിട്ടും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോ നമ്മുടെ സെപ്റ്റംബർ 20-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഒരു 30 ഡേയ്സിന്റെ ഒരു ബാച്ചും കൂടെ നമ്മുടെ CC ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ 30 ദിവസം മതി നമുക്കൊരു കാര്യം ഒന്ന് റിവൈസ് ചെയ്യാനും, ഇത്രയും പഠിച്ച കാര്യം റിവൈസ് ചെയ്യാനും, അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ച് പഠിച്ചുകൊണ്ട് ഇത്തവണത്തെ സെറ്റ് ഉറപ്പിക്കാനായിട്ട് ഒരു ബാച്ച് നമ്മുടെ CCയിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എക്സാം ഡേറ്റ് മാറിയാലും പ്രിപ്പറേഷൻ നിർത്തരുത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 9746455514 എന്നുള്ള നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഫീച്ചേഴ്സ് പറയുന്നത് വീക്ക്ലി 5 സ്പെഷ്യൽ ലൈവ് സെഷൻസ് ഉണ്ട്, റെക്കോർഡർ ക്ലാസ്സുകൾ ഉണ്ട്, ഡീറ്റെയിൽഡ് മെന്റർഷിപ്പ് ഉണ്ട്, വീക്ക്ലി റിവിഷൻ എക്സാംസ് ഉണ്ട്, ദെൻ മോഡൽ എക്സാംസ് ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഫീച്ചർ എന്ന് പറയുന്നത്. സോ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിന് ഉറപ്പായിട്ടും ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ആ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താലും മതി. അപ്പൊ എന്തായാലും നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പൊ ഒന്നുകൂടെ എല്ലാവർക്കും ഹാപ്പി ഓണം, ഈ ഓണം അടിപൊളിയാവട്ടെ എന്ന് പറയുന്നു. സോ താങ്ക് യു സോ മച്ച്. CC ഓണം, നല്ലോണം പഠിച്ചോണം.